ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു സാരി ഡിസ്പ്ലേ ആണ്. എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സാരി ഡിസ്പ്ലേ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറേ പേര് എന്നോട് യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണിക്കുന്ന വീഡിയോയുടെയൊക്കെ അടിയിൽ സബ് ടൈറ്റിൽസ് കൊടുക്കാൻ, ഇംഗ്ലീഷോ ഹിന്ദിയോ അങ്ങനെ പല ആൾക്കാരും പല ലാംഗ്വേജ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. So, those who don't understand my language, Malayalam, they can follow my Facebook page. In Facebook page, by default, the English subtitles will be coming. So, you can understand what I am saying in the video. And the Facebook page link will be given in the description. You can like and follow that Facebook page. അപ്പോൾ ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് യൂട്യൂബിൽ വരുന്ന വീഡിയോസ് മാത്രമല്ല ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യണേ. അതല്ലാണ്ട് വേറെ ഡിസൈൻസും പാറ്റേൺസും അല്ലാണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ പാറ്റേൺസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് സാരിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് ആദ്യം കണ്ടു നോക്കാം. എന്നിട്ട് അത് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നും നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ യെല്ലോ സാരിയാണ്. ചെക്കോട്ടയാണ് മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് മുന്താണിയിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. 4, 3, 2, 1 ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റിച്ചിൻ്റെ പേര് ഷീഫ് സ്റ്റിച്ച് എന്നാണ്. ഇത് നമ്മളിവിടെ മൾട്ടി കളർ ത്രെഡ് ഇട്ട് തയ്ച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര്. ഇത് ബൂളിയൻ നോട്ട് റോസസ് ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ തയ്ക്കാനായിട്ട് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സാരിയിൽ 11 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മൾട്ടി കളർ ത്രെഡ്, ഇതൊരു ത്രെഡ്, പിന്നെ ഈ ഓരോ ഫ്ലവേഴ്സിനും ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുന്താണിയിൽ തന്നെ നമ്മൾ 10 കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലവർ അല്ലാണ്ട് പിന്നെ ഈ ഒരു മൾട്ടി കളർ ത്രെഡും, അങ്ങനെ മൊത്തത്തിൽ 11 ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സാരിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളേഴ്സ് അല്ല, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഒത്തിരി തെറിച്ച് നിൽക്കത്തില്ല, ഭയങ്കര പാസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏത് റോസിൻ്റെ കളർ വേണമെങ്കിലും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ബ്ലൗസിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഈ കളർ വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡ് വെക്കാം, ഈ ഒരു കളർ പിങ്ക് വെക്കാം, ഗ്രീൻ ആകാം, അല്ലെ ഏതിട്ടാലും ഇതിൻ്റെ കൂടെ പോകും. അപ്പം ഇങ്ങനെ പല്ലുവിൻ്റെ ഒരു സൈഡിൽ റൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലുണ്ട്, നമ്മുടെ ഷോൾഡറിലോട്ട് പോകുന്ന റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒരു 3 ഫ്ലവറാണ് തയ്ച്ചിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരു 3 ഫ്ലവേഴ്സാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട്, അപ്പോൾ ഇവിടെ നമ്മൾ 3 സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ അവിടെയാണ് വരുന്നത്. ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് പോവുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ ഈ ഒരു ഡിസൈനിങ്ങിൽ നമ്മൾ എപ്പോഴും സെൻറ്ററിലല്ല, പൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഈ ഡിസൈനിങ് സർക്കിൾ കുഞ്ഞ് സർക്കിളാണ്. അതിൻ്റെ അകത്തൊരു ബൂളിയൻ നോട്ട് ഫ്ലവറാണ് വരുന്നത്. ഈ ഫ്ലവർ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആയിട്ട് റാൻഡം ആയിട്ടാണ് നമ്മൾ ഡിസൈൻ വരച്ചിരിക്കുന്നത്. എല്ലാം സെയിം ഡയറക്ഷനിൽ ഫേസ് ചെയ്തല്ല ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ ഫ്രണ്ടിൽ 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. അത് 10 എണ്ണമാണ് ഫ്രണ്ടിൽ നമ്മൾ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു സൈഡിൽ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷനിലും ഇതുപോലെ തന്നെ ഒരു 3 ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 3 ഫ്ലവർ പാറ്റേൺ ചെസ്റ്റിൻ്റെ അവിടെ ചേർന്നിരിക്കുന്നിടത്തും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ല, എന്നാലും ഒരു 4 ഇതുപോലത്തെ സർക്കിൾസാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ വരുന്നത്. 2 പിന്നെ ഒരു 2 എണ്ണം മേളിലോട്ടും, ബേസിൽ 2 എണ്ണം പിന്നെ 2 എണ്ണം മേളിലോട്ടും ആയിട്ടാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെ പരത്തി അങ്ങ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പം ഉടുക്കുമ്പോൾ ഉള്ളിലോട്ട് പ്ലീറ്റ്സിൻ്റെ ഉള്ളിലോട്ട് പോകും. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ഇങ്ങനെ മേളിലായിട്ട് ഞാൻ തയ്ച്ചത്.
അപ്പോൾ നമുക്ക് കാണും, എന്നാലും ഉടുക്കുമ്പോൾ ഞെറിയുടെ ഉള്ളിലോട്ട് പോകും എന്നുള്ള പേടി വേണ്ട. അതുകൊണ്ടാണ് ഞാൻ മേളിലോട്ട് ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഇതുപോലത്തെ 27 സർക്കിൾസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. 10 പല്ലൂല് വരുന്നുണ്ട്, മുന്താണിയിൽ വരുന്നുണ്ട്, 3 റണ്ണിങ് പോർഷനിൽ, പിന്നെ 10 ഫ്രണ്ടിൽ വരുന്നുണ്ട്, പിന്നെ ഇവിടെ 4, അങ്ങനെ 27 സർക്കിൾ ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വളരെ എളുപ്പമായിട്ട് തയ്ക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു 2 ദിവസം മതി ഈ ഫുൾ സാരി ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനത്തെ അത്രമാത്രം എളുപ്പമുള്ള ഒരു ഡിസൈനിങ് ആണ്. ഇപ്പം എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ബൂളിയൻ നോട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ സ്റ്റിച്ച് മാത്രം നമുക്ക് ഫുൾ സാരി ബോർഡറിൽ വേണമെങ്കിൽ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതുവരെ മൾട്ടി കളർ ത്രെഡ് ഇട്ട് തയ്ച്ച് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് ചെയ്യേണ്ടേ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ തയ്ക്കാൻ പോകുന്ന ഷീഫ് സ്റ്റിച്ചാണ്. ഷീഫ് സ്റ്റിച്ച് തയ്ക്കാനായിട്ട് നമ്മളിത് ഇവിടെയാണ്, ഈ ഒരു സർക്കിളിലാണ് നമ്മൾ ഷീഫ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഷീഫ് സ്റ്റിച്ച് തയ്ക്കാൻ പല രീതിയിലും നമുക്ക് തയ്ക്കാം. അത് ഞാൻ പറഞ്ഞു തരാം, തയ്ക്കുമ്പോൾ പറഞ്ഞു തരാം ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് തയ്ക്കാൻ പറ്റണേ എന്നുള്ളത്. അത് ബേസിക്കലി നമ്മൾ ഷീഫ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഒരു ബോർഡറിൽ തയ്ക്കുക, അതല്ലെങ്കിൽ കുറച്ച് സ്പേസ് അടുപ്പിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകാൻ, എന്ന് വെച്ചാൽ ഫുൾ സ്പേസ് ഫില്ല് ചെയ്യല്ല, ഒരു പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അത് നിറച്ചെടുക്കാം എന്നുള്ള രീതിയിൽ. ഫുള്ളും സ്പേസ് ഫില്ലിങ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ തയ്ക്കുന്നത് സ്കാറ്റർ ചെയ്ത് തയ്ക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റർ ചെയ്ത് തയ്ച്ച് അങ്ങനെ തയ്ച്ചാലും ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഷീഫ് സ്റ്റിച്ച് തയ്ക്കാൻ നേരത്ത് നമ്മൾ യൂഷ്വലി ആങ്കറിൻ്റെ 6 strands ആയിരിക്കും എടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് എടുത്ത് അത്രയ്ക്ക് പ്രൊജക്ഷൻ കിട്ടത്തില്ല. 6 strands ഇട്ട് തയ്ക്കുന്നതാണ് കൂടുതൽ ഭംഗി. അപ്പം ഞാനിവിടെ 6 strands ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കളർ കോഡ് 1335 യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഷീഫ് സ്റ്റിച്ച് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു സർക്കിൾ പാറ്റേണിലാട്ടോ ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 6 strands ത്രെഡ് എടുത്തിട്ട് ഈ എൻഡ് നിന്നാണ് ഇവിടെ ഒരു സർക്കിൾ വരച്ചേക്കുന്നത്, അവിടെ പൂവാണ് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് തയ്ക്കുന്നത് 3 പാരലൽ ലൈൻസ്, സെയിം ലെങ്ത്തിലുള്ള 3 പാരലൽ ലൈൻസാണ് യൂഷ്വലി ഇത് തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കർവ്, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കർവ് ഡിസൈൻ പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് പാരലലായിട്ട് സെയിം ലെങ്ത്തിലുള്ളത് നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഡിസൈനനുസരിച്ച് നമ്മൾ തയ്ക്കുകയാണ്. പാരലലായിട്ട് 3 സ്ട്രെയിറ്റ് ലൈൻസ് പാരലലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ചിലതിന് ഈ പാറ്റേൺ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ഈക്വൽ ലെങ്ത്തിൽ കിട്ടത്തുണ്ടാവില്ല, 3 ലെങ്ത് ആയിരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ബോർഡറൊക്കെ തയ്ക്കുവാണെങ്കിൽ നമുക്കിത് തയ്ക്കാം. എന്നിട്ട് ഈ 3 സ്ട്രെയിറ്റ് ലൈൻ തയ്ച്ചു കഴിഞ്ഞിട്ട് മിഡിൽ വണ്ണിൻ്റെ അടുത്തായിട്ട് നമ്മൾ മിഡിൽ ലൈനിൻ്റെ ഈ ലൈനിൻ്റെ മിഡിലായിട്ട് നമ്മൾ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊക്കിയെടുക്കുകയാണ്. അതെടുത്ത് കഴിഞ്ഞിട്ട് ഈ സൈഡിലത്തെ ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ എടുത്തിട്ട് ഇതിലേക്കൂടെ വന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ താത്തണം. ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഈ മിഡിൽ വണ്ണിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ താഴത്തോട്ട് താത്തണം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഒരു വട്ടം ചെയ്യണമെങ്കിൽ ഒരു വട്ടം ചെയ്യാം, അല്ലെങ്കിൽ താഴത്തുള്ളതിന് കട്ടി കൂട്ടുക, എന്ന് വെച്ചാൽ ഈ നടുക്ക് വരുന്ന ഈ കെട്ടിന് കട്ടി കൂട്ടണം. എംബോസ് ചെയ്തിരിക്കുന്നത് കൂട്ടണമെന്നുണ്ടെങ്കിൽ 1 2 വട്ടം ചെയ്യാം. ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. സെൻറ്ററിലായിട്ടൊരു നോട്ട് വരും, മേളിൽ ഇങ്ങനെ 3 ലൈൻ, താഴെയും 3 ലൈൻ, അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ഒരു വട്ടമായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 വട്ടമാണ് ചെയ്യുന്നത്. 2 വട്ടം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയായാലും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട്. അതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം ഒരു കുഞ്ഞു ബീഡോ സ്റ്റോണോ എന്തെങ്കിലും സെൻറ്ററിൽ അങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, അടുത്തതിലോട്ട് വീണ്ടും പോവുകയാണ്. ഇനി ഞാൻ ഇതിപ്പോൾ 1 മെത്തേഡാണ്. 3 പാരലൽ ലൈൻസ് ഈക്വൽ ലെങ്ത്തിൽ വേണമെങ്കിൽ തയ്ക്കാം. ഇനി ഞാൻ പറഞ്ഞു തന്നെ, ഞാൻ തയ്ച്ച് കാണിക്കുന്നില്ല, പറഞ്ഞു തരുന്നേ ഉള്ളൂ.
ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ പാരലായിട്ട് തയ്ക്കുന്നു. ഇനി നെക്സ്റ്റ് പാരലൽ തയ്ക്കുമ്പോൾ ഇതിനേക്കാളും ലെങ്ത് കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ പൊക്കിയെടുത്തിട്ട് ഇവിടെ താത്തുക. അങ്ങനെ ലെങ്ത്ത് മിഡിൽ വണ്ണിന് ലെങ്ത്ത് കൂടുതലായിരിക്കണം. ദ അതർ വൺ തയ്ക്കുന്നത് ഈ സെയിം ലെങ്ത്തിലായിരിക്കണം മൂന്നാമത്തെ തയ്ക്കുന്ന ലൈൻ തയ്ക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു നോട്ട് സെൻറ്ററിൽ കൂടെ വെച്ചിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ തയ്ക്കുമ്പം വേറൊരു ഭംഗിയാണ്. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു പ്ലെയിൻ സ്കൈയൊക്കെയാണ് തയ്ക്കുന്നത്, നൈറ്റിൻ്റെ ഒരു എഫക്റ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ മൂണും സ്റ്റാർസൊക്കെ ആണെങ്കിൽ അങ്ങനെ രണ്ട് ലൈൻ ഈക്വലായിട്ട് മിഡിൽ ലൈന് വലുതായിട്ടും തയ്ച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ട് ഇടുവാണെങ്കിൽ സ്റ്റാർസിന് പകരമായിട്ട് അങ്ങനെ തയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നോട്ട് മിഡിലിന് പകരം മേളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ പോലെ എന്നിട്ടൊരു നോട്ടും കൂടെ മേളിലിട്ട് ഒരു പെണ്ണോ ഒരാണോ എന്തെങ്കിലും അങ്ങനെ ആക്കാം, മനുഷ്യനെ ആക്കാം, അങ്ങനെ തയ്ക്കാം. അതല്ല അങ്ങനെ പല രീതിയിലും നമുക്ക് മാറ്റി മാറ്റി ഉണ്ടാക്കാം ഈ ഷീഫ് സ്റ്റിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പാറ്റേൺ കർവ് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ 3 ലൈൻസ് ഈ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് തയ്ച്ച് ഇങ്ങനെ തയ്ക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഒരു ത്രെഡ് ഇവിടെ എടുത്തിട്ടില്ല എന്നുള്ളത്. കുറച്ച് ത്രെഡ് വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ വരരുത്. എല്ലാ ത്രെഡിൻ്റെ അടിയിൽ കൂടെ വേണം നമ്മൾ പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 3 വട്ടം പാരലൽ ലൈൻസ് തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നടുക്കിൽ കൂടെ നോട്ടിടുക. അത് 1, 2, 3 വട്ടം ചെയ്യുക. ഇത് കുഞ്ഞിതായതുകൊണ്ട് ഞാൻ 2 വട്ടം ചെയ്യുന്നുള്ളൂ. ഈ പാരലൽ ലൈൻസിൻ്റെ ലെങ്ത്ത് ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ 2, 3 വട്ടം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എംപോസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഷീഫ് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു കർവ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിളാണുള്ളത്. അവിടെ നമ്മൾ തയ്ക്കുന്ന ബൂളിയൻ നോട്ടാണ്. അപ്പോൾ ബൂളിയൻ നോട്ട് തയ്ക്കാനായിട്ട് ഞാൻ 6 strands തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇത് മൾട്ടി കളർ ത്രെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പല വെറൈറ്റീസ് ഓഫ് കളേഴ്സ് വരുന്നുണ്ട്. പിങ്ക്, ലൈറ്റ് പിങ്ക് ഉണ്ട്, കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ഉണ്ട്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട്, ഗ്രീൻ ഉണ്ട്, ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ പലതരം ഷെയ്ഡ്സ് കൂടെ കൂടിയ ഒരു മൾട്ടി കളർ ത്രെഡാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ സർക്കിളിനും ഓരോ ബൂളിയൻ നോട്ടിനും വേറെ വേറെ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെയാണ് ഞാൻ ഇതിനൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ല, വളരെ എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു പാറ്റേണിൽ ബൂളിയൻ നോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 5 ടേൺസ് ആണ് എടുക്കുന്നത് കേട്ടോ, റാപ്സ് ആണ് ചെയ്യുന്നത്. 1, ബൂളിയൻ നോട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് നീഡിലേക്ക് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും. അത് കാര്യമായിട്ട് എടുക്കണ്ട. നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന, ഇപ്പോൾ എനിക്കാണെങ്കിലും സ്റ്റാർട്ടിങ് പഠിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ നീഡിലിൽ നിന്ന് ത്രെഡ് പാസ് ചെയ്ത് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ നീഡിലിൽ ഇങ്ങനെ ചുറ്റുന്നത് വളരെ ലൂസായിട്ട്, ഒത്തിരി ലൂസാക്കരുത്. അപ്പം പെറ്റലിന് ഒരു നമ്മൾ തയ്ക്കുന്ന പെറ്റൽ ലൂസായിട്ടിരിക്കും. ഒത്തിരി ലൂസാക്കരുത്, എന്നാൽ ഒത്തിരി ടൈറ്റും ആക്കരുത്. മീഡിയം ലെവലിലാണ് ത്രെഡ് ചുറ്റേണ്ടത്. അത് നമ്മൾ ഇങ്ങനെ ചുറ്റി വന്നാലാണ് നമുക്ക് ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ, എത്ര ഇതിൽ ചുറ്റണം എന്നുള്ളത്. നമ്മൾ ചെയ്ത് വന്നോളും, എല്ലാവർക്കും അത് ശരിയായി കിട്ടും. പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനിയിപ്പം ഞാൻ ചുറ്റി വരുന്നതിന് 22 ടേൺസ് ആണ് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിനകത്ത് 23 ടേൺസാണ് എടുത്തിരിക്കുന്നത്. ടേൺസ് ഒത്തിരി ഉള്ളപ്പോൾ നമ്മൾ ഒത്തിരി ബലം പിടിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്തിട്ട് നല്ലോണം ടൈറ്റൻ ചെയ്തിട്ട് ഇതിന് ചുറ്റും ഇപ്പോൾ നമ്മൾ ആദ്യം തയ്ച്ച 5 ടേൺസിൻ്റെ ചുറ്റുമാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. ഇതുപോലെ ചുറ്റും വളഞ്ഞാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഉടക്കി വെക്കണം, അല്ലെങ്കിൽ അത് പൊങ്ങിപ്പോരും. അപ്പോൾ നടുക്ക് സെൻറ്ററിലായിട്ട് നമ്മൾ ഉടക്കി വെക്കുകയാണ്. ഉടക്കി വെച്ചു. ഇനി ചുറ്റും നമ്മൾ വീണ്ടും പെറ്റൽസ് തയ്ക്കാനാണ് പോണത്. ഇനിയുള്ള പെറ്റൽസിനൊക്കെ ഞാൻ 12 ടേൺസ് ആണ് എടുക്കുന്നത്. അതിപ്പം നമ്മുടെ പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. 12 എന്നുള്ളത് 10ഉം പിന്നെ ഒരു പെറ്റലിന് നീളം കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി എടുക്കാം. അങ്ങനെ നീളം കൂട്ടിയും കുറച്ചൊക്കെ ടേൺസ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിലും ഈക്വലായിട്ട് 12 ടേൺസ് ആണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ പാതിന്നല്ല മുക്കാലിന്ന് ഇതിൻ്റെ ഈ ഒരു 3/4 പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ 3/4 പോയിൻറ്റിൽ നിന്ന് നമ്മൾ അടുത്തത് പൊക്കിയെടുത്തിട്ട് നമ്മൾ തയ്ക്കുന്നത്, അടുത്ത പെറ്റൽ തയ്ക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ 12 ടേൺസ് ആണ്. എല്ലാ പെറ്റൽസിനും ഞാൻ 12 ടേൺസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടുത്ത പെറ്റൽ അതുപോലെ തന്നെ നമ്മൾ 6 പെറ്റലാണ് ഈ ഒരു ഫ്ലവർ പാറ്റേണിൽ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ 6 ഇതുപോലെ തന്നെ 12 ടേൺസ് വെച്ചിട്ട് നമ്മൾ തയ്ക്കുകയാണ്. ഇതിൻ്റെ 3/4 പൊസിഷനിൽ നിന്ന് നമ്മൾ അടുത്ത പെറ്റലിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്കിത് ഫുള്ളും തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇത് 3ാമത്തെ പെറ്റലാണ്. ഇങ്ങനത്തെ 6 പെറ്റലാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു കുഞ്ഞ് പാറ്റേൺ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്ച്ച് തീർത്തിട്ടുണ്ട്. ഇത് വളരെ കുഞ്ഞ് പാറ്റേൺ ആണ്. ഈ സർക്കിളിൻ്റെ സൈസ് വേണമെങ്കിൽ കൂട്ടാം, ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ നമ്പർ കൂട്ടി അതിൻ്റെ സൈസ് കൂട്ടാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്കാറ്റർ ചെയ്ത് തയ്ക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ഡിസൈനാണ്. ബൂളിയൻ നോട്ട് തയ്ക്കാൻ അറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. സാരി അല്ലെങ്കിൽ ചുരിദാർ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതേസമയത്ത് ബൂളിയൻ നോട്ട് അറിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ ഷീഫ് സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സാരി ആയാലും ചുരിദാർ ആയാലും ഈവൻ ബെഡ്ഷീറ്റ് അതും അല്ലെങ്കിൽ ഷോൾ ദുപ്പട്ടയുടെ 4 ബോർഡേഴ്സും ഇതുപോലെ തന്നെ ഈ ഷീഫ് സ്റ്റിച്ച് കുറച്ചും കൂടെ വലുതായിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ട് കുറച്ചും കൂടെ സെൻറ്ററിലുള്ള നോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാനിവിടെ 2 എടുത്തേക്കുന്നത്, അത് 3, 4 എടുത്ത് എംപോസ് ചെയ്തിട്ട് ബോർഡറിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ സിംഗിൾ കളർ തന്നെ കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് തയ്ച്ചാൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസൈൻ പെട്ടെന്ന് തയ്ക്കുകയും ചെയ്യാം. എറേഴ്സ് ഒന്നും എന്നുവെച്ചാൽ വരത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചല്ല. ബിഗിനേഴ്സിന് പെട്ടെന്ന് തന്നെ തയ്ച്ചു തീർക്കാവുന്ന ഫുൾ സാരിയുടെ ബോർഡർ 2 ബോർഡർ ഇതുപോലെ തയ്ക്കാം. മൾട്ടിപ്പിൾ കളേഴ്സ് അല്ലെങ്കിൽ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് തയ്ക്കാം ചുരിദാറിലൊക്കെ. അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.